ഇത്തവണ തൃശ്ശൂർ കപ്പടിക്കും? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലാത്തതാണെങ്കിലും സ്വകാര്യമായിട്ട് പറഞ്ഞാൽ അടിക്കണം എന്നാണ് ആഗ്രഹം. പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ കലോത്സവം വിരുന്നെത്തുകയാണ്. അങ്ങയുടെ നാടാണ്, അങ്ങ് തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധിയാണ്. എന്താണ് പറയാനുള്ളത്? എല്ലാം ഉപരിയായി സംഘാടക സമിതിയുടെ ചെയർമാനുമാണ്. വളരെ സന്തോഷത്തോടെ 64ാമത് സ്കൂൾ യുവജനോത്സവത്തെ വരവേൽക്കുകയാണ്. ഇതൊരു മതനിരപേക്ഷതയുടെ പൂരാണ് യഥാർത്ഥത്തിൽ ഉത്സവം. ഇവിടെ ഇത്തവണ വേദികൾക്ക് പേരിടുമ്പോൾ വ്യക്തികളുടെ പേരാകണോ എന്നൊരു പ്രശ്നം വന്നിരുന്നു. ഒരുപാട് പ്രതിഭകളുണ്ട് ഇവിടെ. എത്രയോ പ്രതിഭകൾ, പി ജയേന്ദ്രനെ പോലെ, ചിത്ര നമ്പൂതിരിപ്പാടിനെ പോലെ, ഇന്നസെൻറ്റിനെ പോലെ, ഔസേപ്പച്ചനെ പോലെ നിരവധി പേർ. പക്ഷേ ഞങ്ങളിത്തവണ ഈ സ്കൂൾ കലോത്സവ വേദികൾക്കെല്ലാം പൂക്കളുടെ പേരിടാനുള്ള ഒരു കാരണമുണ്ട്. പൂക്കളെ പോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. പല ജാതികൾ, പല മതങ്ങൾ, പല ജീവിതങ്ങളൊക്കെയുള്ള പൂക്കളെ പോലെ ഞങ്ങൾ വിവിധ ഗന്ധങ്ങളും വിവിധ നിറങ്ങളും വിവിധ രൂപങ്ങളുമുള്ള പൂക്കൾ ഒറ്റ തോട്ടത്തിലാണെന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ വളരെ ശ്രദ്ധേയമായി ഇത് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മനോഹരമായിട്ടുള്ള പാണ്ടിമേളം. ഒരുപക്ഷേ തൃശ്ശൂരിന് ഏറ്റവും പ്രിയപ്പെട്ട ലഞ്ഞിത്തറ മേളങ്ങളുടെ ഒന്നിൻ്റെ പ്രതീകമായിട്ടുള്ള പാണ്ടിമേളത്തോടെ, കൊടകരുടെ അകമ്പടിയോടെ ഇനിയുള്ള 5 പകലും രാത്രിയും രാപ്പകലില്ലാത്ത വിധം തൃശ്ശൂർ ഈ കുഞ്ഞുങ്ങളെ നെഞ്ചേറ്റി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. തൃശ്ശൂർ എല്ലാവരെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നു. കലോത്സവങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നിറഭേദങ്ങളില്ലാത്ത വിധം മുന്നോട്ട് പോകാൻ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തവണ തൃശ്ശൂർ കപ്പടിക്കും? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലാത്തതാണെങ്കിലും സ്വകാര്യമായിട്ട് പറഞ്ഞാൽ അടിക്കണം എന്നാണ് ആഗ്രഹം.